നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ട പുല്ലാട് ആലുംതറയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് കുത്തിപ്പരിക്കേൽപ്പിച്ച ഭാര്യ മരിച്ചു. അഞ്ചാനിക്കൽ വീട്ടിൽ ഷാരിമോളാണ് മരിച്ചത്. കുടുംബ വഴക്കിനെ തുടർന്നാണ് ഷാരിമോളെയും അച്ഛനെയും അച്ഛന്റെ സഹോദരിയെയും ഭർത്താവ് ആക്രമിച്ചത്. ആക്രമണം നടത്തിയ ജയകുമാറിനായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, എന്താണ് ഉണ്ടായത്? ഈ പ്രതിയെ പിടിക്കാനുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? കഴിഞ്ഞ രാത്രി 8:30 കൂടിയാണ് സംഭവം. പശ്ചാത്തലത്തിൽ കാണുന്നത് ഈ അക്രമം നടന്ന വീടാണ്. അഞ്ചാനിക്കൽ ശശി, മകൾ ഷാരിമോൾ, അതോടൊപ്പം തന്നെ മരുമകൻ ജയകുമാർ എന്നിവർ താമസിച്ചിരുന്ന വീട്ടിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആദ്യം ഷാരിമോളെയാണ് ജയകുമാർ കുത്തിപ്പരിക്കേൽപ്പിക്കുന്നത്. തടസ്സം പിടിക്കാനെത്തിയ ശശിയെയും അദ്ദേഹം ആക്രമിക്കുകയാണ് ഉണ്ടായത്. ഈ ബഹളം കേട്ട് എതിർ വീട്ടിൽ, അതായത് റോഡിന്റെ നേരെ എതിർ ദിശയിൽ താമസിക്കുന്ന വീട്ടിലെ ആളാണ് രാധാമണി, ശശിയുടെ സഹോദരി. അവർ ഓടിയെത്തിയപ്പോൾ വീടിന് പുറത്തു വെച്ച് അവരെയും കുത്തി പരിക്കേൽപ്പിക്കാനുണ്ട്. അതിനുശേഷം ജയകുമാർ സ്ഥലത്തു നിന്നും കടന്നുപോയി. നിരന്തരം ഈ വീട്ടിൽ മദ്യപിച്ചെത്തുന്ന ജയകുമാർ വീട്ടിൽ കുടുംബകലഹം ഉണ്ടാക്കുന്നു എന്നതിനാൽ തന്നെ സാധാരണ സംഭവം എന്നുള്ള തരത്തിലാണ് നാട്ടുകാർ ഇതിനെ കണ്ടത്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും സംശയം തോന്നിയില്ല അല്ലേ? പ്രദേശവാസി കൂടിയായിട്ടുള്ള അയൽവക്കാരൻ ജോയിച്ചേട്ടൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ പ്രശ്നമായിരുന്നല്ലേ? ഇവിടെ ഒന്നരട്ട് അങ്ങ് വഴക്കാം. അതായത് ഇവർ ആ പെണ്ണിന് ജോലിയുണ്ട് നമ്മുടെ കോഴഞ്ചേരിൽ ഈ ഡ്യൂട്ടി പറയും. അത് ചെന്ന് വിളിച്ചോണ്ട് വരും. അവൻ പണിയും കഴിഞ്ഞ് വന്നിട്ട് പോയി വിളിച്ചോണ്ട് വരും. ഇവർ വിളിച്ചോണ്ട് ഒരു 8:30 ആകുമ്പോൾ ഇവിടെ വരും. വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവർ തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞ് പിന്നെ വഴക്കാം. അവനാണ് സംശയമോ ആളെ. അതാ ഒന്നാമത്തെ കാര്യം ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ആദ്യം ഈ മുറിക്കുള്ളിൽ വെച്ച് ശാരിയാണ് കുത്തിയതല്ലേ? സാരി കുത്തി ഇവിടെ വീണ് കിടന്നു. അവിടെ നിന്ന് പിന്നെ തന്ത തന്ത ഇറങ്ങി വന്ന് എന്തിനാ നിനക്ക് പോകരുത് ഇടവില്ല, നീ എന്തിനാടാ അവളെ കുത്തിയെന്ന് വെച്ചപ്പോൾ അവൻ തിരിഞ്ഞ് തന്തയെ കുത്തി ഇവിടെ അങ്ങോട്ടാ കുത്തി വെച്ചു. പിന്നെ ജോമ്പിൽ ഈ ശശിയുടെ ഭാര്യ ഇവിടെ ഇല്ലായിരുന്നു. ആ താഴെ വീട്ടിലോട്ട് പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് അല്ലെങ്കിൽ അവർക്കും കുത്തി കിട്ടിയത്. രാധാമണി ചേച്ചിയാണ് വെളിയിൽ വെച്ച് കുത്തിയത്. രാധാമണി ഓടിച്ചെന്നതാ, ആങ്ങളെ കുത്തിയെന്ന് പറഞ്ഞ് ഓടിച്ചെന്നതാ. അപ്പോഴാണ് കത്തി വീശി കുത്തിയതാണ്. ജയലക്ഷ്മി, ഈ പരിക്കേറ്റതിൽ ഷാരിമോളുടെ അടിവയറ്റിൽ ഇടതുഭാഗത്തോട് ചേർന്ന ഭാഗത്താണ് കുത്ത് ഏറ്റത്. മാരകമായ കുത്തായിരുന്നു. കുടൽ പുറത്തു വന്ന അവസ്ഥയിലായിരുന്നു. ഒപ്പം തന്നെ രാധാമണിയുടെ പരിക്കും ഗൗരവകരമാണ്. അവർക്ക് ഉള്ളിലെ പരിക്ക് കുടലിന് പരിക്കേൽക്കുന്ന തരത്തിലേക്ക് ആഴത്തിൽ മുറിവേറ്റിരുന്നു. 3 പേരെയും കോഴഞ്ചേരിയിലെ ജില്ലാ ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത്. അവിടുത്തെ പ്രാഥമിക പരിശോധനകൾക്കും ശുശ്രൂഷകൾക്കും ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ രാത്രി 1 മണിയോട് കൂടിയാണ് ഷാരിമോളുടെ മരണം സംഭവിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്കുള്ള തയ്യാറെടുപ്പിനിടയിൽ ഹൃദയാഘാതം സംഭവിച്ചു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ രാധാമണിയുടെ ശസ്ത്രക്രിയ പൂർത്തിയായിട്ടുണ്ട്. അവർ ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. ശശിയുടെ ആരോഗ്യസ്ഥിതിയും അത്ര മെച്ചമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കവിയൂർ സ്വദേശിയായിട്ടുള്ള ജയകുമാർ വെൽഡിംഗ് ജോലികൾ ചെയ്തു വരുന്ന ആളായിരുന്നു. ഈ കുടുംബത്തോടൊപ്പമാണ് മിക്കപ്പോഴും കഴിഞ്ഞിരുന്നത്. ദമ്പതികൾക്ക് 3 മക്കളാണ് ഉള്ളത്. 6, 8, 10 വയസ്സ് എന്നിങ്ങനെയാണ് 3 പെൺകുട്ടികളുടെയും പ്രായം. എന്തായാലും ഈ സംഭവം എന്നുള്ളത് ആദ്യ ശ്രദ്ധയിലേക്ക് വരാതിരുന്നത് നിരന്തരം ഈ കുടുംബത്തിൽ പ്രശ്നവും വഴക്കും അടിപിടിയുമായിരുന്നു. മുൻപ് ഷാരിമോൾ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട ഇരുവരെയും കോയിപ്പുറം പോലീസ് വിളിച്ചു വരുത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കേസിലേക്ക് പോകേണ്ടതില്ല, ഭർത്താവിനെ താക്കീത് ചെയ്ത് വിട്ടാൽ മതി, തനിക്ക് മേലിൽ ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയും കരുതലോടുകൂടിയുള്ള പ്രവർത്തനം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മതി എന്നുള്ളൊരു നിലപാടാണ് ഷാരിമോൾ പലപ്പോഴും സ്വീകരിച്ചിരുന്നത്. ദമ്പതികളെ കൗൺസിലിംഗ് നൽകി പ്രശ്നപരിഹാരത്തിലുള്ള ശ്രമവും നടന്നിരുന്നു. ഇതിനിടെയാണ് ഇന്നലെ രാത്രി വീട്ടിൽ കുടുംബകലഹം ഉണ്ടാവുകയും. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമായി പോയി. പ്രതിയായ ഭർത്താവിന് ഭാര്യയെ സംശയമുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരന്തരം അവിടെ കുടുംബ വഴക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ കേസ് കൊടുത്തിരുന്നുവെങ്കിലും ഭർത്താവിനെ മറ്റു നടപടികളൊന്നും എടുക്കണ്ട എന്നൊരു തീരുമാനമാണ് ഷാരി എടുത്തിരുന്നത്. പക്ഷേ അതിപ്പോൾ ഒരു മരണത്തിലേക്ക് വരെ എത്തി എന്നുള്ളതാണ് ഏറെ വിഷമിപ്പിക്കുന്ന കാര്യം.